ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബി ഹാപ്പി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ കൊമേഴ്സ് എന്താണ്, അതിൻ്റെ ടൈപ്പ് എന്തൊക്കെയാണെന്ന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഒരു ബിസിനസ് ആദ്യമായി തുടങ്ങുമ്പോൾ നമ്മൾ മെയിനായിട്ട് പരിഗണിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടതിൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഫസ്റ്റ് വൺ മാർക്കറ്റ് റിസർച്ച്, സെക്കൻഡ് വൺ പ്രൊഡക്ഷൻ അനാലിസിസ്, തേർഡ് വൺ ഫിനാൻഷ്യൽ അനാലിസിസ്, ഫോർത്ത് വൺ ലൊക്കേഷൻ ഓഫ് ബിസിനസ്, ഫിഫ്ത്ത് വൺ പേഴ്സണൽ ക്വാളിറ്റീസ് ആൻഡ് ലാസ്റ്റ് വൺ ഗവൺമെൻറ് പോളിസീസ്. അതിൽ എന്താണ് മാർക്കറ്റ് റിസർച്ച് കൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഒരു മാർക്കറ്റ് അനാലിസിസ് ആണ് അല്ലേ. നല്ലൊരു മാർക്കറ്റ് എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക, അതെവിടെയാണെന്ന് കണ്ടെത്തുകയും വേണം. നമ്മൾ ഫസ്റ്റ് മാർക്കറ്റ് സ്റ്റാൻഡിങ് എക്കണോമിക് ഒബ്ജക്റ്റീവിലൊരു പോയിൻ്റായിരുന്നു മാർക്കറ്റ് സ്റ്റാൻഡിങ്. അത് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് ഈ ഒരു പോയിന്റിലും പറയുന്ന മാർക്കറ്റ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു മാർക്കറ്റ് കണ്ടുപിടിക്കുക. അതിന് രണ്ട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, ആ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയും അതുപോലെ തന്നെ കോമ്പറ്റീഷൻസും. ഈ രണ്ട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നല്ലൊരു മാർക്കറ്റ് എവിടെയാണെന്നും അത് എന്താണെന്നും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ നല്ലൊരു മാർക്കറ്റ് സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാവണം, നല്ലൊരു വിപണി ഉണ്ടാവണം. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്ന മാർക്കറ്റ് റിസർച്ചാണ്, നല്ലൊരു മാർക്കറ്റ് അനാലിസിസ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ അനാലിസിസ് ആണ് അല്ലേ. അതായത് നമ്മൾ ഈ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിൽ ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. ആ ഓരോ സ്റ്റേജസിലും എന്തൊക്കെയുണ്ട്? ആവശ്യമാണ് മണി ആവശ്യമാണ്, അതുപോലെ തന്നെ ഒത്തിരി ടൈം സ്പെൻഡ് ആയിട്ടുള്ള കാര്യമാണ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസും ആവശ്യമാണ് അല്ലേ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. ആ ഓരോ സ്റ്റേജസിലും എന്തൊക്കെ ആവശ്യമാണ്? മണി, ടൈം ആൻഡ് ഹ്യൂമൻ റിസോഴ്സൊക്കെ ആവശ്യമാണ്. അപ്പം ഇത്തരത്തിൽ കൺസ്യൂം ചെയ്യുന്ന ഓരോ റിസോഴ്സസിനെയും കുറിച്ചൊരു സയൻറ്റിഫിക് അനാലിസിസ് അത്യാവശ്യമാണ് അല്ലേ. അതായത് മണി, ടൈം, ഹ്യൂമൻ റിസോഴ്സസ്, ഈ മൂന്ന് കാര്യങ്ങളും പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റേജിലും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള എല്ലാ റിസോഴ്സസിനെയും കുറിച്ച്, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ റിസോഴ്സസിനെയും കുറിച്ച് ഒരു സയൻറ്റിഫിക് അനാലിസിസ് അത്യാവശ്യമാണ്. എന്തിനാണ്? ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് അനാലിസിസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ തീരുമാനിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് എഫിഷ്യൻസി, ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് അനാലിസിസ് സഹായിക്കുന്നു. ഇനി തേർഡ് വണ്ണാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്? നമുക്ക് ഒരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അവർ ആ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ക്യാപിറ്റൽ അത്യാവശ്യമാണോ അത്രത്തോളം ക്യാപിറ്റൽ അവരെങ്ങനെ റേസ് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കുന്നു ആ ബിസിനസ് യൂണിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇപ്പം ഒത്തിരി ക്യാപിറ്റൽ മാത്രമല്ല, ക്യാപിറ്റലിന് പുറമെ ഫിസിക്കൽ അസറ്റുകളും ഒക്കെ എന്താണ് ആവശ്യമാണ് അല്ലേ, മെഷീനറി ആണെങ്കിലും മറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഫിസിക്കൽ അസറ്റ്സിൻ്റെ ലിസ്റ്റ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷണൽ കോസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ഇതൊക്കെയും എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അപ്പം നമ്മൾ എന്താണ് എൻട്രപ്രണറിന് എന്താണ് മസ്റ്റ് ഹാവ് ആൻ ആക്യുറേറ്റ് ഐഡിയ. തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്തിനെക്കുറിച്ച്, ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ഫണ്ട് എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു എൻട്രപ്രണറിന് നല്ല രീതിയിലുള്ളൊരു ഒരു ആക്യുറേറ്റ് ഐഡിയ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലേ. ഫണ്ട് എന്തിനു വേണ്ടിയിട്ട്? ഒരു ഫിസിക്കൽ അസറ്റ് വാങ്ങിക്കാനും ഒക്കെ എന്താണ് നമുക്ക് ഫണ്ട് അത്യാവശ്യമാണ്. അതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് വരുന്നത്. എന്താണ്? ദ സൈസ് ഓഫ് ബിസിനസ്,
യൂണിറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ എബിലിറ്റി ഓഫ് കൺസേൺ ടു റൈസ് സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ അല്ലേ ഫോർ റണ്ണിങ് ദ ബിസിനസ്. ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിനെക്കുറിച്ചൊരു നല്ലൊരു ബോധം, നല്ലൊരു ഐഡിയ ആർക്കുണ്ടായിരിക്കണം? ആ ഒരു എൻട്രപ്രനറിന് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി 4th വണ്ണാണ് എന്ത്, ലൊക്കേഷൻ ഓഫ് ബിസിനസ് അല്ലേ. ഏതൊരു ബിസിനസ്സിനും നല്ലൊരു ലൊക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലേ. ഇപ്പം ദ ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ് സബ്സ്റ്റാൻഷ്യലി ഇൻഫ്ലുവൻസ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ്. നല്ലൊരു ലൊക്കേഷൻ ആണെങ്കിൽ ആ ബിസിനസ്സിന് എന്തായിരിക്കും, ഹൈ പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, ആ ബിസിനസ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ എന്താണ്, ഒരു പ്രോഫിറ്റ് നമുക്കറിയാം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യണം അല്ലേ. നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് എന്തായിരിക്കണം, എപ്പോഴും മിനിമൈസ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ എൻട്രപ്രനറിന് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധം ഉണ്ടായിരിക്കണം. അദ്ദേഹം കെയർഫുള്ളി ഡിസൈഡ് ദി ലൊക്കേഷൻ ഓഫ് ഹിസ് ബിസിനസ്. അവരുടെ ബിസിനസ്സിൻ്റെ നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. എക്സാമ്പിൾ എന്താണ്, കോസ്റ്റ് കുറയുക എന്ന് അവിടെ ഉദ്ദേശിക്കുന്നതിന് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു അർബൺ ഏരിയ, അതായത് ഒരു പട്ടണ പ്രദേശത്താണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഒത്തിരി എമൗണ്ട് നമുക്ക് വേണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ചിലവുകളുണ്ട്. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും മറ്റു തരത്തിലുള്ള എല്ലാ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഡെവലപ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഉണ്ട്. എവിടെയുണ്ട്, അർബൺ ഏരിയയിലുണ്ട് അല്ലേ. കാരണം ഒരു സിറ്റി ആകുമ്പോഴത്തേക്കും അവിടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും മറ്റ് എല്ലാത്തരം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും എവിടെയുണ്ട്, അർബൺ ഏരിയയിലുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ കുറവായിരിക്കും, ഒട്ടും കുറവായിരിക്കും. എന്നാൽ എന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം നല്ല ചിലവുണ്ടായിരിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ചിലവുണ്ട്. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഒക്കെ ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുള്ളതായതുകൊണ്ട് അവിടെ എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ റൂറൽ ഏരിയാസ്, അതായത് ഗ്രാമപ്രദേശങ്ങളിലാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അവിടെ എന്താണ്, ചീപ്പ് റേറ്റിൽ മതി. അതായത് അവിടെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനായിട്ട് കുറഞ്ഞ ക്യാപിറ്റൽ മതി. പക്ഷേ അവിടെ എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോസ്റ്റ് റൂറൽ ഏരിയാസിൽ ബിസിനസ്സിന് എന്താണ്, വളരെ കൂടുതലായിരിക്കും. അതാണ് ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്. നല്ലൊരു ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെയും എന്ത് ചെയ്യുന്നു, ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ ഇനി അടുത്തത് 5ാമത്തത് പേഴ്സണൽ ക്വാളിറ്റീസ് കൊണ്ട് അർത്ഥമാക്കുമ്പം, അതായത് ഒരു ബിസിനസ് മാൻ ഒരു പുതിയൊരു സംരംഭം, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് മെയിനായിട്ട് ശ്രദ്ധിക്കുക, ആ ബിസിനസ്സിൽ നമുക്കറിയാം നഷ്ടങ്ങളുണ്ടാവാം, എല്ലാം സഫർ ചെയ്യാനുള്ളൊരു മനക്കരുത്തോടു കൂടി വേണം ബിസിനസ്സിലോട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് അല്ലേ. ആ ബിസിനസ്സിൻ്റെ ആ കാര്യങ്ങളും പ്രോസസ്സും ഒക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ അത് ഏറ്റെടുക്കാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ്, ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ വിജയിക്കത്തുള്ളൂ. അപ്പം പേഴ്സണൽ ക്വാളിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബിസിനസ്സിൽ വരുന്ന നഷ്ടസാധ്യതകളാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും സഫർ ചെയ്യാൻ, അത് നല്ല രീതിയിൽ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു എൻട്രപ്രനറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മാൻ്റെ ഒരു മനോഭാവമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പേഴ്സണൽ ക്വാളിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ, ഗവൺമെൻറ് പോളിസി. നമുക്കറിയാം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പോളിസീസൊക്കെ ഉണ്ടാകും അല്ലേ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, വാറ്റ്, ലൈസൻസിങ് പോളിസീസ് ഒക്കെ ഒത്തിരി ഉണ്ടാകും. അത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ് എന്തൊക്കെയാണെന്ന് ആര് മനസ്സിലാക്കണം, ഒരു ബിസിനസ്മാൻ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ പരിഗണിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് റിസർച്ച്, അതായത് നല്ലൊരു മാർക്കറ്റ് അനലൈസ് ചെയ്യുക. പ്രൊഡക്ഷൻ അനാലിസിസിൽ വരുന്ന എന്താണ്, ആ ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം റിസോഴ്സസിൻ്റെയും എല്ലാത്തരം റിസോഴ്സസ്, അതായത് മണി ആയാലും ടൈം ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിലും ഒക്കെയും അവയെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു സയൻറ്റിഫിക് അനാലിസിസ് നടത്തണം. അതൊക്കെയും അത്യാവശ്യമാണ് അല്ലേ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്. ഇനി 3ാമത്തെയാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. അതായത് ആ ഒരു ബിസിനസ്സിൻ്റെ ഫിസിക്കൽ അസറ്റ് വാങ്ങിക്കാനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കും
ആവശ്യമായിട്ട് എത്രത്തോളം ഫണ്ട് വേണം, ഇല്ലെങ്കിൽ ആ ഒരു ഫണ്ട് എവിടുന്ന് എങ്ങനെ ഒപ്പിക്കും എന്നുള്ളതൊക്കെ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് അതിൻ്റെ സോഴ്സസ് എവിടുന്ന്, ഏതൊക്കെ സോഴ്സസിൽ കൂടെ നമുക്ക് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ കിട്ടും എന്നുള്ളത് എന്താണ് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് ഫിനാൻഷ്യൽ അനാലിസിസിൽ വരുന്നത്. അടുത്ത ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ലൊക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഒരു ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് കോസ്റ്റ് മിനിമൈസ് ചെയ്യണം. ആ ഒരു രീതി ബിസിനസ്മാൻ കൺസിഡർ ചെയ്യണം. അപ്പം അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ലൊക്കേഷൻ എന്താണ് നല്ല രീതിയിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും എൻ്റർപ്രണർ എന്ന് പറയുന്ന കെയർഫുൾ ആയിരിക്കണം. നല്ല രീതിയിൽ തീരുമാനിക്കണം ആ ഒരു ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, എങ്ങനെ അത് കണ്ടുപിടിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ പേഴ്സണൽ ക്വാളിറ്റീസ് കൊണ്ട് അഞ്ചാമത്തെയാണ് പേഴ്സണൽ ക്വാളിറ്റീസ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ഒരു ബിസിനസ്സിൽ നഷ്ടങ്ങളും എല്ലാം കാണും. അതൊക്കെ സഫർ ചെയ്യാൻ, ഇല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ബിസിനസ്മാൻ്റെ അല്ലെങ്കിൽ ആ ഒരു എൻ്റർപ്രണറിൻ്റെ മനോഭാവമാണ് പേഴ്സണൽ ക്വാളിറ്റീസോട് അർത്ഥമാക്കുന്നത്. ലാസ്റ്റ് വൺ ഗവൺമെൻറ് പോളിസിയിൽ ആ ഒരു ഗവൺമെൻറ്, അതായത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ പോളിസി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ല രീതിയിൽ ആര് മനസ്സിലാക്കണം, എൻ്റർപ്രണേഴ്സ് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പോയിൻറ്റ്സ് നല്ല രീതിയിൽ കാണാതെ പഠിക്കുക, എന്നിട്ട് അതിന് ഉള്ളിൽ വരുന്ന മനസ്സിലാക്കി വെച്ചിട്ട് അതങ്ങ് എക്സാമിന് വരുമ്പോൾ നല്ല രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. താങ്ക് യു.